ഞങ്ങളുടെ സ്കൂളിൽ ഓണപ്പരിപാടിയായിരുന്നു. അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് കൂടെ ഉള്ളത്. ഒരാളൂടെ ഉണ്ട്, അവൾ അപ്പുറത്തോട്ട് പോയേക്കുവാണ്. ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഡാൻസിൻ്റെ ലാസ്റ്റ് അങ്ങ് മറന്നുപോയി. ഇടയ്ക്ക് ചിലതൊക്കെ മറക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റിയില്ല ഗൈസ്, നിർത്തി. പിന്നെ കസേര കളി ഉണ്ടായിരുന്നു. കസേര കളി കളിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ കളിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ തോറ്റു. അത് ഫസ്റ്റ് അക്ഷര എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു കസേര കളിക്ക് ഫസ്റ്റ് കിട്ടിയ. സെക്കൻഡ് നിരഞ്ജനല്ല, നിരഞ്ജന് വേറെ എണ്ണത്തിനായിട്ടേ. രണ്ടാമത് ആദ്യത്തെ കസേര കളിക്ക് ഫസ്റ്റ് അക്ഷരയ്ക്കും പിന്നെ സെക്കൻഡ് അഭിനന്ദിനുമാണ്. സെക്കൻഡ് കസേര കളിക്ക് ഫസ്റ്റ് നിരഞ്ജനാണ്. സെക്കൻഡ് ആരാന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു വിശേഷം. പിന്നെ ഗായ്സ് നമ്മൾ ഇന്ന് കുറേ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേളിൽ വെച്ച് അങ്ങോട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഗായ്സ്. ഗായ്സ് നമുക്ക് മേളിലോട്ട് പോവാവേ. അവിടെ പിള്ളേരെല്ലാം കൊടുന്ന് കളിയാണ്. ഞങ്ങൾ മേളിൽ പഴയ ക്ലാസ്സിലാണ് ഞങ്ങൾ ഒരുങ്ങിയതും പ്രാക്ടീസ് ചെയ്തും ഒക്കെ. ഇതേ കിടക്കുന്ന എൻ്റെ ചെരുപ്പ്. ഓക്കെ ഇതുണ്ടോ, ഇവിടെ ആകെ അലങ്കോലമായിട്ട് ഇട്ടേക്കുവാണ്. ഇവിടെ അങ്ങനെ യൂസൊന്നും ഇല്ലായിരുന്നു, ആരും യൂസൊന്നും ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുക ഗൈസ്. അപ്പം നമ്മൾ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റെഡി ആവാൻ. പക്ഷേ എല്ലാവരും മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ കരുതി കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് മേക്കപ്പ് ഇടാതെ ഞാനങ്ങ് പോയി ഒരുങ്ങി. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതാണ് ഗൈസ്. ഞങ്ങൾ ഈ ഒരു വലിയ റൂമിൽ വെച്ചാണ് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നത്. കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം ഞാൻ. ഇവിടെ ആരും യൂസ് ചെയ്യത്തില്ലായിരുന്നു, കാരണം ഇവിടെ രണ്ടാമത്തെ നിലയായത്. അപ്പം ഇവിടെ ഫ്രണ്ടിൽ വെള്ളം വീഴുന്നത് കൊണ്ട് പിള്ളേർക്കൊന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളപ്പുറത്ത് വേറൊരു ക്ലാസ്സിലോട്ട് മാറ്റിയതാണ്. ഇത് വലിയ സ്ഥലമാണ് ഗൈസ്. ഇതെൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കൻ്റെ അനിയത്തിയാണ്. ഇതുണ്ടോ, ഹായ് പറ. ഹായ്. യെസ്, പുതിയ കുട്ടിയായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല പുള്ളിക്കാരി. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അവിടെ? എന്താ മനസ്സിലാവുന്നേ? എന്താ മനസ്സിലാവുന്നേ? എന്തുവാ ഗൈസ്, ഞാൻ ഒരുത്തിയെ താഴോട്ട് വിട്ട് കൈകുട്ടിക്കളിയുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എല്ലാവരും കാണിക്കാൻ വേണ്ടി വെച്ചു. അവിടെ വന്നിട്ട് വാവ വിളിച്ചുകൊണ്ട് വന്നു ഗൈസ്. അപ്പം ഇവരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് കൈകൊട്ടി കളിക്ക്. ഈ പുഴുവിനെ കൊണ്ട് വെട്ടിയില്ലേ? അയ്യോ, വാവയുടെ അമ്മ തിരക്കത്തില്ലേ ഗൈസ്? അപ്പം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാഗെല്ലാം എടുത്തോണ്ട് താഴോട്ട് പോവാണ്. ഇവിടെ നമ്മളിങ്ങനെ യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ താഴത്തെ ക്ലാസ്സിൽ പോയിരിക്കാൻ പോവാം ഗൈസ്. അടി ഈ ലൈറ്റ് എല്ലാം ഒന്ന് ഓഫ് ചെയ്യാവോ അടി? ഗൈസ് അപ്പം കുറച്ച് വീട് വന്നിട്ടുണ്ട്. നോക്കൂ, ഇത് ഞങ്ങളുടെ ടീച്ചറിൻ്റെ 1ാം ക്ലാസ്സിലെ ടീച്ചറിൻ്റെ മോളാണ് ഗൈസ്. മൊത്തം കൈകൊട്ടിക്കളിക്ക് 8 പേരുണ്ടായിരുന്നു. ഇവരുൾപ്പെടെ ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളി എന്തെങ്കിലും കുളമായി ഗൈസ്. ലാസ്റ്റിലത്തെ ഒരു സ്റ്റെപ്പ് മാത്രം പോയി. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.